ഹലോ, ഇന്ന് നമ്മൾ ഡേ 6 ആണ്. അപ്പം എല്ലാവരുടെയും ജേണിയൊക്കെ നല്ല സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പലരും എന്നോട് പറയുന്നൊരു കാര്യമാണ് വെയിറ്റ് സ്റ്റക്കായിട്ട് നിൽക്കുവാണ്, അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി പറഞ്ഞാൽ ആദ്യം നമുക്കെല്ലാവർക്കും പെട്ടെന്ന് കുറച്ച് നാൾ വെയിറ്റ് പെട്ടെന്ന് ലോസ് ആവും. ആദ്യത്തെ ഒരു 5-6 കിലോ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും. അത് നമ്മുടെ വാട്ടർ വെയിറ്റ് ആണ് കുറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും. പിന്നീട് വെയിറ്റ് സ്റ്റക്കായി നിൽക്കും. അത് പലരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. പലർക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏതേലും ഒരു 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 ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ കുറച്ച് നേരം നമ്മൾ ഫുഡ് കഴിക്കുക, ബാക്കി കുറച്ച് നേരം നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുക. ഇപ്പോൾ പലർക്കും വെള്ളിയാഴ്ചയൊക്കെ, ക്രിസ്ത്യൻസിനാണെങ്കിൽ വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് പറ്റുന്ന അത്രയും ഫാസ്റ്റിംഗ് ചെയ്യുക. അതായത് ഇന്ന് വെള്ളിയാഴ്ചകളിലൊക്കെ അതാകുമ്പോൾ നമുക്കൊരു പ്രാർത്ഥനയാകും. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസും നടക്കും. മറ്റ് ക്രിസ്ത്യൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ നമ്മുടെ കാസ്റ്റിൽ ഏതാണോ ഫാസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഹിന്ദുസിനുണ്ട്, മുസ്ലിംസിനുണ്ട്. ഇപ്പോൾ മുസ്ലിംസിന് നോമ്പ് നടക്കുവാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കഴിവതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ നോമ്പ് ക്രിസ്ത്യൻസിനാണെങ്കിൽ നോമ്പ് വരുവാണെങ്കിൽ അതെടുക്കുക. ഞാൻ സിമ്പിളായിട്ടുള്ള വേ ആട്ടോ പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് നോമ്പും എടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസും നടക്കും. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ നടന്നു പോകും. പിന്നെ കുറച്ച് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് ഒരു ഭാഗം മാത്രം ഭയങ്കരമായിട്ട് മെലിയും. ഇപ്പോൾ വയറ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഹിപ്പിൻ്റെയൊക്കെ സൈഡിലൊക്കെ വലുതായിട്ട് വെയിറ്റ് കുറയുന്നല്ല, വെയിറ്റ് കുറയുന്നുണ്ട്. അവിടുത്തെ ആ വണ്ണം അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറയുന്നത്. അപ്പം നടപ്പ് മാത്രമായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരേ രീതിയിൽ വെയിറ്റ് കുറയത്തില്ല. ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, എനിക്കും നമ്മുടെ ഈ ഹിപ്പിൻ്റെ ഏരിയയിലൊക്കെ കുറച്ചും കൂടെ വെയിറ്റ്, അതായത് വണ്ണം കുറയാനുണ്ട്, വെയിറ്റ് കുറയുന്നുണ്ട്. പക്ഷെ അന്നേരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ എക്സസൈസ് ഉണ്ടല്ലോ, നമ്മളിപ്പം യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഡോക്ടറോട് ചോദിക്കാം. അങ്ങനെയുള്ള എക്സസൈസ് എടുക്കുക എന്നുള്ളതാണ് വേറൊരു ഗുണം. ഇപ്പോൾ ഓരോ കൈവണ്ണം കുറയ്ക്കണമെങ്കിൽ ഇന്ന എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുമല്ലോ, അങ്ങനത്തെ ചെറുത് നമ്മളെക്കൊണ്ട് പറ്റാവുന്നതാണെങ്കിലും ചെയ്ത് നോക്കുക. പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് കുടിക്കുന്നത് അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റൊട്ടീൻ എങ്ങനെയാണെന്ന് പലർക്കും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തേരം വെള്ളം കുടിക്കും, പിന്നീട് അങ്ങനത്തെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ പലരും ആപ്പിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആപ്പിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ എന്നോട് പറയുക, താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതും ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കലോറി നോക്കി ഫുഡ് കഴിക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ഫൈൻഡ് മീ എന്ന് പറയുന്ന ഒരു ആപ്പ്. അതിലാകുമ്പോൾ നമുക്ക് നമ്മുടെ കലോറി നോക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഇപ്പം നമുക്കിപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് കഴിക്കേണ്ടത് ചിലപ്പോൾ 2000 കലോറീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് 1 കിലോ കുറയ്ക്കണമെങ്കിൽ ഒരു 1600 കലോറി, അല്ലെങ്കിൽ ഒരു 1200 കലോറിയൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ഒരു 1200 അല്ലെ 1600 കലോറിയൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കേണ്ടത്. അപ്പം നമുക്ക് ആ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഹെൽത്തി ഫൈൻഡ് മീ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇമേജസോ, അല്ലെങ്കിൽ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് അതിൻ്റെ പേരോ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കലോറി കഴിച്ചെന്നും നമുക്കിനി എത്ര കലോറി ഡെഫിഷ്യൻസി ഉണ്ടെന്നും അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ആ ആപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ആപ്പിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിലോ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത ഇതിപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ എത്ര നേരമാണ് നടക്കുന്നതെന്ന് ഞാൻ ഒരുപാട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞു. ഞാൻ 1.5 മണിക്കൂറാണ് നടക്കുന്നത്. അതായത് 10,000 സ്റ്റെപ്സ്. ഞാൻ വേറെ ഒരു എക്സസൈസും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡേ 6-ലുള്ളത്. നമുക്ക് ഡേ 7-ഉമായിട്ട് നാളെ കാണാം. എല്ലാവരും എക്സസൈസ് സക്സസ് ആയിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നാളെ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.